ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ വേളയിൽ ഒരു വലിയ അതിമഹത്വമേറിയ ഒരു സംഭവം നടന്നിരുന്നു. ദൈവത്തിൻ്റെ വലിയ വിടുതലുകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ചില സന്ദേശങ്ങൾ അല്പസമയം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവനാമത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യങ്ങളിൽ ഒരു പാപം നിറഞ്ഞ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളതായ ഒരു വിഷയം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ ഭക്തമേറിയ ശുശ്രൂഷ വേളയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് യേശുക്രിസ്തുവിനെ പരീശന്മാർ ഒരു ഭവനത്തിൽ വിരുന്നൊരുക്കി. വളരെ താല്പര്യത്തോടെയാണ് യേശുക്രിസ്തുവിനെ ക്ഷണിച്ചത്. യേശുക്രിസ്തു അവിടെ കിടന്ന് ചെന്നപ്പോൾ മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നു. അവർ പരിമളത്തൈലം, വെങ്കിൽ പരിമളത്തൈലം അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ കാലിൽ അവർ നിരന്തരമായി കണ്ണുനീരൊഴുക്കി. അവർ കണ്ണുനീര് മുടി കൊണ്ട് തുടച്ച് എന്നിട്ട് ചുംബനങ്ങൾ നൽകി. എന്നിട്ട് ആ പരിമള തൈലം പൊട്ടിച്ച് കാലിൽ ഒഴിച്ച് അതിൻ്റെ സുഗന്ധങ്ങൾ ആ വീട്ടിൽ പരന്നു. ക്രിസ്തുവേ സ്തോത്രം. വളരെ ചിന്തകരമായ ഒരു വിഷയമാണ് അവിടെ നടന്നത്. അവിടെ പ്രീസലാമെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത് ഇങ്ങനെയാണ്. അവരുടെ അനേക പാപങ്ങൾ യേശു ക്ഷമിച്ചു എന്നാണ് അവിടെ കർത്താവ് ആ സ്ത്രീയോട് അറിയിച്ചത്. കാരണം ആ സ്ത്രീ അങ്ങനെ ചെയ്യാനുള്ള കാരണം അവർ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതുകൊണ്ടാണ്. അതായത് അവരൊരു പാവിയാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇങ്ങനെ കർത്താവിനെ സ്നേഹിച്ചാൽ ഉണ്ടാകും, അല്ലെങ്കിൽ പരിഹാരം കിട്ടും എന്ന് അവർ കരുതി കാണും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. യെരൂശലേമേ അവർ വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. കാരണം അവരുടെ അനേക പാപങ്ങൾ ക്ഷമിച്ചെന്നാണ് കർത്താവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത്. യെരൂശലേമേ സ്തോത്രം. അപ്പോൾ യെരൂശലേമേ അല്ലെങ്കിൽ അവർ ഒരു നല്ലൊരു മാനപാത്രമായി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ മാന്യത വരുമ്പോൾ സ്തോത്രം ആർക്കും തടയാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെയാണ്. ഒരുവനെ മാനിക്കാൻ തുടങ്ങിയാൽ സ്തോത്രം ആർക്കും തടയാൻ കഴിയില്ല. സ്തോത്രം. പ്രീസലോട് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എപ്പോഴാണ് ഇടപെടുന്നത് എന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ഇവിടെ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി അനന്ത നിർണയമായിരിക്കുന്നു. അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്താൽ മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ വാമൊഴികളാലും അന്ന് പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വിടുതലായി തീർന്നു. ആത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. യെരൂശലേമേ ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വലിയ പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത്. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ആലോചനയോടെ നാം ജീവിക്കുകയും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. ഇവിടെ ഈ പാപിയായ സ്ത്രീക്ക് ശരീരത്തിലുണ്ടായ പാപമാണ് ദൈവം ക്ഷമിച്ചത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയവയാണ് എന്നുള്ളത് അവിടെ ചിന്തിക്കാൻ കഴിയും. ലോകത്തിൽ പാപമോചനം നൽകുവാൻ ഒരുവന് മാത്രമേ കഴിയും,
അത് നസറേനായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. കർത്താവ് എൻ്റെ രക്ഷയുടെ വലിയ നിർണയമാണ് ലോകത്തിൽ മനുഷ്യൻ ഒരുക്കിയിരിക്കുന്നത്. ഈ രക്ഷ ഗണ്യമാക്കാതെ ജീവിതം നാം വെറുതെ ഒരു ദിവസം ജീവിച്ച് പോയാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷ നമുക്ക് നേടാൻ കഴിയില്ല. വിശ്വാസത്തിലുള്ള വ്യക്തിജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന അവിടെ ദൂത് പറയുന്നത് നമ്മുടെ പാപപരിഹാരം കർത്താവ് നമുക്ക് നൽകി. മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ആശ്വസിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ആശ്വസിക്കുന്നു, കാലാവസ്ഥ നമുക്ക് അനുകൂലമാകുന്നു, പ്രകൃതി നമുക്ക് അനുകൂലമാകുന്നു, ഓക്സിജൻ നമുക്ക് അനുകൂലമാകുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം പ്രിയാട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങളാണ്. അനേകർക്ക് ഇത് നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ തങ്ങൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ പാടി ആരാധിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന വ്യവസ്ഥകളും അവൻ ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാർന്ന വലിയ വിടുതലുകളെ ഓർത്ത് അകമൊഴിഞ്ഞ് നാം ദൈവത്തെ സ്തുതിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ പരിമള തൈലം. 2, കണ്ണുനീര് ഒഴുകി. 3, തലമുടി കൊണ്ട് തുടച്ച്. 4, ചുംബനം നൽകി. 5, പരിമള തൈലം കാലിൽ പൂശി. ഒരു വലിയ ഒരു വിടുതലാണ് ഈ സ്ത്രീ അനുഭവിച്ചത്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന വലിയ വിടുതലുകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും നമ്മെ ശപിച്ച് പുറം തള്ളിയിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മെ തള്ളിയിട്ടുണ്ടെങ്കിൽ ദൈവം സ്നേഹിക്കുന്നു. നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിധിയെഴുന്നവരുടെ നടുവിൽ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്നെ. സ്തോത്രം. നീ കൊടും പാപിയാണെന്ന് വിധിയെഴുതുമ്പോൾ നിന്നെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മുൻനിർണയമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വിടുതലുകൾ നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസലോട് ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്നും പ്രൈസലോട് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ലോകത്തിൽ എന്നെയും നിന്നെയും മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുവനും ഉൾക്കൊള്ളാൻ കഴിയും. പ്രൈസലോ നസ്രായനായ യേശു ക്രിസ്തുവിന് സ്തോത്രം. നീ നന്മകൾ കൊടുക്കാതെ അനേകർക്ക് നീ നന്മകൾ കൊടുക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവം നന്മകൾ ഒരുക്കി മറ്റൊരു വഴിയിൽ കൂടെ ദൈവം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിനക്കിഷ്ടമില്ലാത്തവരെ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ നിന്നെ പുച്ഛമായി കാണുന്നെങ്കിൽ പ്രൈസലോ ദൈവത്തിന് നിന്നെ ഒരു മാനപാത്രമായാണ് കണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു നാളും ഉപേക്ഷിക്കാതെ തള്ളിക്കളയാതെ തൻ്റെ മാറോടണച്ചു ദൈവസ്നേഹത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിൽ നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് എല്ലാവരും പാപികളും ദോഷികളുമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തു, അവൻ്റെ കരുണാബലത്താൽ നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ദൈവം. അതായത് ഒരു വസ്തു വിലയ്ക്ക് വാങ്ങുന്നത് പോലെ നമ്മളുള്ളതായ അവകാശം ദൈവത്തിനാണ്. കാരണം രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത് കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ അകമഴിഞ്ഞ് നാം ആരാധിക്കണം, മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം. കർത്താവിൻ്റെ വിടുതലുകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചെങ്കിൽ മാത്രമേ ദൈവിക വിടുതലുകളെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ഓരോ ദിവസവും നമ്മെ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ ആലോചനയെ നടത്തുകയും ചെയ്യുന്ന സർവ കൃപാലായ ദൈവത്തിൻ്റെ മഹിമകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. സർവശക്തനായ ദൈവം നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എന്നെയും നിന്നെയും കർത്താവ് പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മാറോട് ചേർത്തിരിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആരോഗ്യവും ആയുസ്സും
ഒക്കെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പിതാവേ, ഞാൻ ഉപസംഹരിക്കുന്ന ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.